السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله السميع العليم من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: رحمة الله على خلفائه. وقيل من خلفاؤه؟ قال الذين يتعلمون العلم ويعلمونها عباد الله. صدق رسوله النبي الكريم. സ്നേഹാദരവുകൾ നിറഞ്ഞ ആലപ്പുഴ ജില്ലാ സ്വതർ മുഅല്ലിം സംഗമം തത്വീയയുടെ അധ്യക്ഷൻ, ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ്, ഏറെ പ്രിയങ്കരനായ PA ശിഹാബുദ്ദീൻ മുസ്ലിയാർ, മഹത്തായ ഈ സംഗമത്തിൽ പ്രാർത്ഥന നിർവഹിച്ച ഏറെ അഭിവന്ദനായ സയ്യിദ് ത്വാഹാ ജിഫ്രി തങ്ങൾ, സിയാറത്ത് പരിപാടിക്ക് നേതൃത്വം നൽകിയ അഭിവന്ദനായ സയ്യിദ് അബ്ദുള്ള തങ്ങൾ, പതാക ഉയർത്തൽ നിർവഹിച്ച അഭിവന്ദനായ SKJM ജില്ലാ ട്രഷറർ KS മുഹമ്മദ് ഷാഫി ഉസ്താദ് അവர்கள், ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ വർക്കിംഗ് സെക്രട്ടറി അഭിവന്ദനായ K ബഷീർ മൗലവി, സ്വാഗതം ആശംസിച്ച KS നവാബ് മുസ്ലിയാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഭിവന്ദനായ MP അബ്ദുൽ നാസർ മുസ്ലിയാർ, വിവിധ റേഞ്ചുകളുടെ നായകത്വം വഹിക്കുന്ന അബ്ദുൽ ഖാദർ ദാരിമി കായംകുളം, അബ്ദുൽ വാഹിദ് മുസ്ലിയാർ കായംകുളം വൈസ് സെക്രട്ടറി, ഹാഫിൽ KK മുഹമ്മദ് സലീം ഫൈസി, നിയാസ് മദനി, നിസാർ മുസ്ലിയാർ, ഷമീർ ബാപ്പവി, PM സുലൈമാൻ ദാരിമി ഉസ്താദ് അവர்கள் തുടങ്ങി വിവിധ റേഞ്ചുകളുടെ നേതാക്കന്മാർ, ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ, അതുപോലെ ഇവിടെ ആശംസകൾ കുറിച്ച് സംസാരിച്ച അഭിവന്ദനായ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ത്വാഹ റക്കാട്, ബഹുമാനായ ഇബ്രാഹിം കുട്ടി വിളക്കേഴം, അനസ് സാഹിബ്, അതുപോലെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ഭാരവാഹികൾ, ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഇവിടുത്തെ സംഘാടകർ, പ്രത്യേകിച്ചും ഇതിൽ നല്ലൊരു ഭാഗതയം നിർവഹിച്ച അമ്പലപ്പുഴ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ, നേതാക്കന്മാർ, ഈ സംരംഭത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഭിവന്ദരായ സ്വതർ ഉസ്താദുമാര്, മാനേജ്മെന്റ് പ്രതിനിധികൾ, IT കോർഡിനേറ്റർമാർ തുടങ്ങിയ സഹപ്രവർത്തകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യട്ടെ. ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇവിടെ നാം ചിലവഴിക്കുന്ന നിമിഷങ്ങളും സമയങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിനും അതിൻ്റെ കാലാനുസൃതമായ പുരോഗതിക്ക് അനിവാര്യമായ ചർച്ചകളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്.
ഇതൊക്കെ ഒരു മഹാസൽക്കർമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മുസ്ലിം ഉമ്മത്തിന്റെ അജയ്യ ആത്മീയ സംഘശക്തി 1926 രൂപീകൃതമായി അതിൻ്റെ ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 98 വർഷം പൂർത്തിയാക്കി. ഹിജറ കലണ്ടർ അനുസരിച്ച് 101 വർഷം പൂർത്തിയാക്കിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തണലിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അതിന്റെ രൂപീകരണത്തിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. സമസ്തയുടെ 16ാം സമ്മേളനം 1945 കാര്യവട്ടത്ത് ചേരുന്ന സന്ദർഭത്തിലാണ് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ഖാഇദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നബറല്ലാഹു മർഹബഹു മഹാനുഭാവൻ ഒരു മദ്രസ പ്രസ്ഥാനം എന്ന ഒരു ആശയം നമ്മുടെ ഉലമാക്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. കാരണം അതുവരെ സ്കൂളുകളിൽ മദ്രസ പഠനം സാധ്യമായിരുന്നു. ഇന്ത്യ മഹാരാജ്യം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ മതപഠനം സ്കൂളുകളിൽ സാധ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കി അഭിവന്ദ്യരായ സയ്യിദ് അവറുകൾ ഒരു മദ്രസ പ്രസ്ഥാനം എന്ന ആശയം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹാപണ്ഡിത സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ പോലെ യാതൊരു സൗകര്യങ്ങളും സംവിധാനങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ആലോചിച്ചു. 5 സംവത്സരക്കാലം 5 വർഷക്കാലം അതിനു വേണ്ടിയുള്ള നിരന്തരമായ ചർച്ചകളും ആലോചനകളും നടന്നു. 1951 ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് നമ്മുടെ മഹത്തുക്കൾ രൂപം കൊടുത്തത്. 1952 ആകുമ്പോ 10 മദ്രസകളാണ് അതിന്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടത്. അതൊരു വലിയ സംഭവമായിരുന്നു. 10 മദ്രസകൾ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രൂപപ്പെട്ടത് തന്നെ ഒരു വലിയ ചരിത്രമായിരുന്നു. 956 ആയപ്പോ 149 മദ്രസകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടു. 961 എത്തുമ്പോ 746 മദ്രസകൾ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടു. ഇന്നിപ്പോ 2024 ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ 2ാം ശനിയാഴ്ച കൂടിയ വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിച്ച മദ്രസകളടക്കം ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10,801 മദ്രസകളാണ് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10,801 മദ്രസകൾ അതിന്റെ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ആദ്യകാലത്ത് രൂപീകൃതമായ കാലത്ത് 51 വിദ്യാഭ്യാസ ബോർഡിന്റെ ശില്പി ബഹുമാനപ്പെട്ട മർഹൂം KP ഉസ്മാൻ സാഹിബ് അവറുകൾ അന്നുണ്ടായിരുന്ന മദ്രസകളെ മുഫത്തിശായി പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് 100 വരെ മുഫത്തിഷുമാര്, ഖാരിഈങ്ങൾ, ട്യൂട്ടർമാര്, മുദരിബീങ്ങൾ തുടങ്ങി വലിയ വിപുലമായ സംവിധാനത്തോടുകൂടി നമ്മുടെ മദ്രസ പ്രസ്ഥാനം വളരെ കൃത്യമായി മുമ്പോട്ട് പോകുമ്പോൾ ആ സംവിധാനത്തിന്റെ ശരിയായ നടത്തിപ്പിന് വേണ്ടി 556 റേഞ്ചുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന 7 റേഞ്ചുകൾ അടക്കം 556 റേഞ്ചുകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകൃത മദ്രസകളിൽ ജോലി ചെയ്യുന്ന
1,00,000-ലധികം വരുന്ന ഉസ്താദുമാര്, ആ ഉസ്താദുമാരെ വ്യവസ്ഥാപിതമായി സംഗമിപ്പിച്ച് ഓരോ പ്രദേശത്തും അതിന് റേഞ്ചുകൾ രൂപവത്കരിച്ച് ഉസ്താദുമാരും അവരോടൊപ്പം അതാത് പ്രദേശത്തെ മാനേജ്മെന്റുകളും കൂടിച്ചേർന്ന് നടക്കുന്ന ഒരു സംവിധാനമാണ് റേഞ്ച് എന്ന് പറയുന്നത്. കാരണം എന്താണ്? സമുദായത്തിന്റെ ഉത്തമ നിലനിൽപ്പിന് അനിവാര്യം 2 വിഭാഗം നന്നാകണമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ചത്. ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരാ, മറ്റൊരു വിഭാഗം ഉമറാക്കളാണ്. ആ പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ സമുദായത്തിന്റെ ഉത്തമമായ നിലനിൽപ്പ് സാധ്യമാകുന്നത്. അവര് നന്നായാൽ സമൂഹം ഒന്നാകെ നന്നായി തീരുമെന്നും അവര് ദുഷിച്ചാൽ സമൂഹത്തിന്റെ നിലനിൽപ്പില്ല, സമൂഹമാകമാനം ദുഷിക്കുമെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, ഇങ്ങനെ രൂപീകൃതമായ റേഞ്ചുകൾ, അതിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനം രൂപപ്പെടുന്നത് 1957 മുതൽ അനൗദ്യോഗികമായി രൂപപ്പെട്ട റേഞ്ച് സംവിധാനങ്ങൾ 1961 വളരെ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായിട്ട് സംവിധാനിച്ചു. 59 ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര സമിതി SKJMCC എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയത്. നമുക്ക് മുമ്പേ കടന്നുപോയ വലിയ മഹാത്മാക്കൾ ആ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകാനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ നിലനിൽപ്പിനും ആവശ്യമായ വ്യവസ്ഥാപിത സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ കണ്ടുവച്ചു. അതിന്റെ നിയമനിർദ്ദേശങ്ങൾ, നിയമാവലികൾ അവർ തയ്യാറാക്കി. 1951 59 നാം ഈ ഉൾക്കൊള്ളുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര സമിതി രൂപപ്പെടുമ്പോ അഭിനന്ദരായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസിഡന്റും പി അബൂബക്കർ നിസാമി ജനറൽ സെക്രട്ടറിയുമായിട്ട് രൂപീകൃതമായ ഒരു സംവിധാനം, അത് വളരെ വ്യവസ്ഥാപിതമായിട്ട് ഇന്നിപ്പോ അതിന്റെ 65 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ സംഘടനയുടെ സാരഥ്യം വഹിക്കുന്ന അഭിവന്ദരായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി പ്രസിഡന്റും ശൈഖുന വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര സമിതിയാണ് വളരെ കൃത്യമായി നമ്മുടെ മദ്രസ സംവിധാനത്തെ മുമ്പോട്ട് നയിക്കുന്നത്. മദ്രസകളൊക്കെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. വലിയ മഹാത്മാക്കൾ ആ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലിരുന്ന് ഓരോ മാസത്തിലെയും 2ാം ശനിയാഴ്ചകളിൽ അതിന്റെ കമ്മിറ്റി കൂടി അതുവരെയുള്ള മദ്രസകൾക്ക് ഓരോ യോഗങ്ങളിലും 5ഉം 10ഉം 20ഉം ഒക്കെ മദ്രസകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരത്തിനായി വരിക. ഈ അംഗീകാരത്തിനായി വരുന്ന മദ്രസകളൊക്കെ അതിനംഗീകരിച്ച് അതിന് അംഗീകാര നമ്പർ നൽകി അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീക്കി ഓരോ രൂപത്തിലും ഓരോ മാസത്തിലും കൃത്യമായ ഇടപെടൽ നടത്തിയാണ് വിദ്യാഭ്യാസ ബോർഡ് മുമ്പോട്ട് പോകുന്നത്. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന മുഅല്ലിം കൂട്ടായ്മ. നമ്മളൊക്കെ അതിന്റെ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ആ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഒരു കണ്ണിയാണ്, അതിന്റെ ഒരു ഘടകമാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക. ഇന്നിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ 556 റേഞ്ചുകൾ, 21 ജില്ലാ ഘടകങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തും പുറത്തുമായിട്ട് 21 ജില്ലാ ഘടകങ്ങൾ ഒക്കെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ കൃത്യമായി നടന്നു വരിക. നമ്മുടെ ഈ തഖ്വയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ തഖ്വിയ എന്ന് പറയുന്ന ജില്ലാ സദർ മുഅല്ലിം ശാക്തീകരണ സംഗമത്തിൽ ഇവിടെ അവതരിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാന വിഷയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലും അതിന്റെ കർമ്മമണ്ഡലവും എന്ന് പറയുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന മഹാപ്രസ്ഥാനം അത് നമുക്ക് മുമ്പിൽ നിർവഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ 10ാം നമ്പരായി അംഗീകരിക്കപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റിയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി.
നമുക്കറിയാം, ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിന്, ഈ ജില്ലാ ഘടകത്തിന് നേതൃത്വം നൽകി കടന്നു പോയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ബഹുമാനായ വലിയകുളം ഹാജി പി എം അബ്ദുൽ അസീസ് മുസ്ലിയാർ നമ്പർ നമ്മുടെ നിലവിലെ ജില്ലാ അധ്യക്ഷൻ പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാറിന്റെ വന്യ പിതാവ്, നമ്മുടെ ഈ ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന സംഘത്തെ ജില്ലയിൽ ജനകീയവൽക്കരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മഹാത്മാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരുപാട് വലിയ പണ്ഡിതന്മാർ, അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഈ മേഖല വിട്ട് വിശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട്, രോഗികളായി കഴിയുന്നവർക്കൊക്കെ അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകട്ടെ, ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ കണ്ണികളായി അടുത്ത സമയത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ RP ആയൊക്കെ പ്രവർത്തിച്ചിരുന്ന യു അബ്ദുൽ വാഹിദ് ദാരിമി ഉസ്താദ്, അതുപോലെ ഈസാ ദാരിമി ഉസ്താദ്, ഇസ്മായിൽ അൻവരി ഉസ്താദ് തുടങ്ങിയ ഉസ്താദുമാരൊക്കെ നമ്മുടെ ഈ സംഘടനയുടെ കണ്ണികളായിരുന്നു. നമുക്ക് മുമ്പേ അവർ നടന്നുപോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗീയമായ ഉന്നതമായ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരായ ഉസ്താദുമാരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, തഖ്വിയ എന്ന് പറയുന്ന ഒരു സ്വദർ മുഅല്ലിം സംഗമം എന്തിനു വേണ്ടിയാണ് വർഷാവർഷം സംഘടിപ്പിക്കുന്നത്? കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് ആദ്യമായി ഔദ്യോഗികമായിട്ട് അതിന് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് 2020 നമ്മൾ ജില്ലാതലത്തിലൊരു സദർ മുഅല്ലിം സംഗമം സംഘടിപ്പിച്ചു. അത് നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ വജ്ര ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 2 സംഗമങ്ങളും നമ്മൾ ആലപ്പുഴ പുന്നമടക്കായൽ ഹൗസ് ബോട്ടിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. നേരത്തെ ഇവിടെ ഷിഹാബ് ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, അതിൽ വരുന്ന ഭാരിച്ച സാമ്പത്തിക ബാധ്യത. ഇപ്പോ ഈ അധ്യയന വർഷത്തിൽ നമ്മളൊരു തഖ്വിയയെ സംബന്ധിച്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ സെൻട്രൽ കൗൺസിലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഓരോ ജില്ലകളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിശ്ചിതമായ ഒരു സമയപരിധി നിശ്ചയിച്ചെങ്കിലും പിന്നീട് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഓരോ ജില്ലകളിലും അത് നടന്നു വരിക. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മളിവിടെ നേരത്തെ 1-2 തീയതികൾ തീരുമാനിച്ചു. ചില പ്രതികൂല സാഹചര്യങ്ങളാൽ അത് മാറ്റി പിന്നെ ഇന്നത്തേക്ക് നമ്മൾ ഫൈനൽ ചെയ്തു. അതനുസരിച്ചാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഇന്നിവിടെ ഒത്തുചേരാൻ സാധ്യമായത്. നാം നിർവഹിക്കുന്ന ദൗത്യം വളരെ വലിയ ഒരു ദൗത്യമാണ്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന. കാരണം അങ്ങനെയാണല്ലോ, വിജ്ഞാനം അത് ദീനിന്റെ നിലനിൽപ്പിന് ഭാഗമായ അത്യന്താപേക്ഷിതമായ അനിവാര്യമായ ഒരു കാര്യമാകുന്നു. ആ കാര്യത്തിൽ എപ്പോഴും ആ ദീനീ പ്രസരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് മുഅല്ലിം എന്ന് പറയുന്നത്. നമ്മൾ സ്വദർ ഉസ്താദുമാരെയാണ് ക്ഷണിച്ചു വരുത്തി ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. അതായത് മുഅല്ലിം എന്ന് പറയുമ്പോൾ തന്നെ 5 ഘടകങ്ങൾ, 5 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം മുഅല്ലിം എന്ന് പറയുന്നത്, അധ്യാപകൻ. കാരണം ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരു മുഅല്ലിമായി നിയോഗിച്ചു എന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ മുഅല്ലിം എന്ന് പറയുന്ന ആ പദത്തിൽ, ആ പേരിൽ തന്നെ നമ്മൾ ആവേശം ഉൾക്കൊള്ളണം. എന്റെ നേതാവ് ഉൾക്കൊണ്ടൊരു നാമമാണ്. ഞാൻ അധ്യാപകനായി നിയോഗിക്കപ്പെട്ടു എന്ന് ലോകത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിച്ച, ലോകത്തിന്റെ മുമ്പാകെ വിളിച്ചു പറഞ്ഞ ആ ഒരു മഹത്വത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പോ മുഅല്ലിം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരിപാവനമാണ്. 5 ഘടകങ്ങൾ, 5 ഗുണങ്ങൾ മഹാന്മാര് നമ്മോട് പറയുന്നത്. മുഅല്ലിം എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്ന ആ അക്ഷരങ്ങളുടെ ഗുണഗണങ്ങൾ. 1, മുഅല്ലിം മീം മുത്തഖിയായിരിക്കണം. 2, ഐൻ ആലിമായിരിക്കണം, വിവരസ്ഥനായിരിക്കണം. 1-ാമത്തെ ലാമ് ലയ്യിനായിരിക്കണം, എളുപ്പം ചെയ്യുന്ന ആളായിരിക്കണം. മുഅല്ലിമൻ മുയസ്സിറ എന്നാണ് ഹദീസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എളുപ്പം ചെയ്തു കൊടുക്കുന്ന അധ്യാപകനായിട്ടല്ലാതെ അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടില്ല.
അപ്പൊ മുഅല്ലിമ് മുത്തഖിയാകണം, ആലിമാകണം, ലയ്യിനാകണം, എളുപ്പം ചെയ്യുന്ന ആളാകണം, ലബീബാകണം, ധൈര്യശാലിയാകണം, അവസാനം മുയസ്സിറാകണം. ഞാനതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഈ ഘടകങ്ങൾ ഒരു മുഅല്ലിമിന്, ഒരു മദ്രസ അധ്യാപകനിൽ ഒത്തുചേർന്നിരിക്കണം. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന ഓരോ അക്ഷരങ്ങളിലും ഉൾക്കൊള്ളുന്നതായ മഹത്വം എന്താണ്, അത് ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഗുണഗണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് മുഅല്ലിം എന്ന് പറയുന്നത്. അവര് നിർവഹിക്കുന്ന ദൗത്യം അത് വളരെ വലുതാണ്. വലിയ ഒരു ദൗത്യമാണ് മുഅല്ലിം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, തിരിച്ചറിവിന്റെ വിജ്ഞാനം അത് ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, മതത്തിന്റെ സ്പന്ദനമാണെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രഭാതത്തിലും അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളെ ദീൻ പഠിപ്പിച്ച് അവർക്ക് മതത്തിന്റെ ആശയം അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ, മതത്തിൻ്റെതായ മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായി വരുന്നത്. അത് ഏറ്റവും വലിയ മഹത്വമാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ പഠനം, അതിന്റെ അധ്യാപനമാണ് ലോകത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് പറയുന്നത്. ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക. ഖുർആൻ പഠിക്കുന്നു, അതിനെ പഠിപ്പിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. അതോടൊപ്പം ഈ മുഅല്ലിം എന്ന് പറയുന്ന 5 മഹത്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യാപകൻ, ആ അധ്യാപകനിൽ ഉത്തരവാദിത്വം കൊണ്ടും അധികാരം കൊണ്ടും അതുപോലെ പദവി കൊണ്ടുമൊക്കെ മുന്നിട്ട് നിൽക്കുന്നയാളാണ് സ്വദർ എന്ന് പറയുന്നത്. സ്വദർ മുഅല്ലിം ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആ മദ്രസ നിയമങ്ങൾ, ചട്ടങ്ങളിൽ അതിന്റെ റൂൾസ് എഴുതിയപ്പോ സദർ മുഅല്ലിമിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തി എല്ലാ ഉത്തരവാദിത്വങ്ങളും, ഒരു മദ്രസയെ സംബന്ധിച്ചുള്ള മുഴുവൻ ഉത്തരവാദിത്വങ്ങളും സദർ മുഅല്ലിമിൽ നിക്ഷിപ്തമായിരിക്കും. ഒരു മദ്രസ സംബന്ധമായിട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വങ്ങളും. കാരണം മദ്രസക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി, കെട്ടിടമുണ്ടാക്കി, ഉപകരണങ്ങൾ ഉണ്ടാക്കി, മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനിച്ചു തരലാണ് അവിടുത്തെ ഉമറാക്കളുടെ ഉത്തരവാദിത്വമെങ്കിൽ, അവിടുത്തെ പഠനപരമായ കാര്യങ്ങളിൽ ഈ പരമാധികാരി ആരായിരിക്കും? സദർ ഉസ്താദായിരിക്കും. നമ്മുടെ ഉത്തരവാദിത്വം ചെറുതല്ല. ആ സദർ ഉസ്താദ് നാടിന്റെ സംഘാടകനാകണം. ആ നാട്ടിലുള്ള സ്പന്ദനങ്ങൾ സദർ മുഅല്ലിം അറിയണം. ആ നാട്ടിലുള്ളതായ വിഷയങ്ങളിൽ സദർ മുഅല്ലിമിന്റെ ഇടപെടൽ ഉണ്ടാവണം. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സദർ ഉസ്താദിന് സാധ്യമാകണം. ആ സദർ ഉസ്താദിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണത്തെ സംബന്ധിച്ച് സദറിൽ ഉണ്ടാകേണ്ട ഗുണമാണ് വിശാല ഹൃദയത്വം എന്ന് പറയുന്നത്. വിശാലമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ് സദർ മുഅല്ലിമിൽ ഉണ്ടാകണമെന്നാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം കൂടിയാണത്. എല്ലാ വിഷയങ്ങളിലും, അതായത് ഒരു വിശാല ഹൃദയത്വം, എല്ലാവരുടെയും പരിദേവനങ്ങൾ കേൾക്കാനും ആവശ്യമുള്ളതിനെ പരിഹരിക്കാനും പറയുന്ന, ഒരുപക്ഷെ നമ്മുടെ കീഴിൽ ഉള്ള ഒരു മുഅല്ലിം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു അഭിപ്രായമോ നിർദ്ദേശമോ അത് ഗുണകരമാണെങ്കിൽ ഉൾക്കൊള്ളാനുമുള്ള മനസ്ഥിതി ഒരു സദർ മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൽ അനിവാര്യമാണ്. മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാനും ഇടപെടാനും സദർ മുഅല്ലിമിന് സാധിക്കണം. കാരണം ഒരു മദ്രസയിൽ 5 മുഅല്ലിമീങ്ങളുണ്ട്. ഇനിയിപ്പോ ഒരു മദ്രസയിൽ ഒരു ഉസ്താദ് ഉണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമം അനുസരിച്ച് ആ ഉസ്താദ് സദർ മുഅല്ലിമാണ്. അപ്പൊ പിന്നെ മറ്റാരും ഇല്ല, ഒറ്റയ്ക്കാണ്. എന്നാൽ 5ഉം 10ഉം ഒക്കെ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന മദ്രസയിൽ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടാവും. ആ പ്രധാന അധ്യാപകനാണ് ആ മദ്രസയുടെ താരമെന്ന് പറയുന്നത്. ആ ഉസ്താദിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ്
മദ്രസ പ്രവർത്തിക്കേണ്ടത്. സദറിന്റെ അനുമതിയില്ലാത്ത ഒരു കാര്യവും ഒരു മദ്രസയിൽ നടപ്പിൽ വരുത്താൻ മറ്റൊരു മുഅല്ലിമിനും അധികാരമില്ല, അവകാശമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സദർ മുഅല്ലിം എന്ന് പറയുന്നത് എല്ലാ ഉത്തരവാദിത്വങ്ങളും സമ്മേളിച്ച ഒരു വ്യക്തിയാണ് സദർ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ നമ്മുടെ ആ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? പല മദ്രസകളിൽ, മദ്രസകളിൽ നമ്മൾ ഹാജർ പട്ടിക ശരിയാക്കുന്നു, റെക്കോർഡ്സുകൾ കറക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് വെച്ചു പോകേണ്ടത് സദർ മുഅല്ലിമാണ്. അതാത് മദ്രസയിലെ ക്ലാസ് അധ്യാപകര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന്റെ മേലധികാരി എന്നുള്ള നിലയിൽ സദർ ഉസ്താദിന് കൃത്യമായൊരു പങ്ക് അതിനകത്തുണ്ട്. പലപ്പോഴും പല മുഹദ്ദിസുമാരൊക്കെ പറയും, അവിടെ മദ്രസയിൽ പോയിട്ട് ഹാജർ പട്ടിക എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ പട്ടിക രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് പരാതികളൊക്കെ പല ഭാഗത്തു നിന്നും കേൾക്കുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്നതായ വീഴ്ചയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സദർ ഉസ്താദുമാരെ, നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. നമ്മിൽ അർപ്പിതമായ ഡ്യൂട്ടി മറ്റു ഉസ്താദുമാരെക്കാണൊക്കെ മുമ്പേ സദർ ഉസ്താദ് മദ്രസയിൽ ഉണ്ടാകണം. കുട്ടികൾ എല്ലാം വിട്ടുപോയതിനു ശേഷം മാത്രമേ സദർ ഉസ്താദ് പോകാൻ പാടുള്ളൂ. മദ്രസ വിടുന്നതിന് മുമ്പേ സദർ മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള അവസ്ഥയൊക്കെ എന്തായിരിക്കും? വളരെ പരിതാപകരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി നിർവഹിച്ച് നമ്മളൊരു മാതൃകാ സദർ മുഅല്ലിമായി തീരണം. ജമിയത്തുൽ മുഅല്ലിമീൻ നിഷ്കർഷിക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. മാതൃകാ മുഅല്ലിമായി തീരുക, ഓരോരുത്തരും മാതൃകാ മുഅല്ലിമായി തീരുക. കുട്ടികളുള്ളതായ പെരുമാറ്റം, അതുപോലെ സഹാധ്യാപകരുള്ളതായ പെരുമാറ്റം, രക്ഷകർത്താക്കളുള്ളതായ പെരുമാറ്റം, ഇതൊക്കെ വളരെ മാന്യത പുലർത്തുന്ന രൂപത്തിലാകണമെന്ന് വിദ്യാഭ്യാസ ബോർഡോ ജമിയത്തുൽ മുഅല്ലിമീനോ നിർദ്ദേശിക്കാതെ തന്നെ അതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഇന്ന് വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം മദ്രസയിൽ തന്നെ പലപ്പോഴും അധ്യാപകർക്ക് ശരിയാവണ്ണം ക്ലാസ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുരുത്തക്കേടിന്റെ പേരിൽ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന, സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഒരു കുട്ടിയെ തല്ലി വഴക്കു പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷണ നടപടികൾ എടുത്തു, അതിന്റെ പേരിൽ അവര് വേറെ രൂപത്തിലേക്ക് ലീഗലായിട്ടൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മെ കാര്യമായിട്ട് സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇപ്പൊ എത്രയെത്രയോ ഉസ്താദുമാര് ഒരുപക്ഷെ അവര് ആത്മാർത്ഥത കൊണ്ട് നിർവഹിച്ചതായിരിക്കാം, അവര് അതിന്റെ പേരിൽ വളരെ ക്രൂശിക്കപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എത്രയെത്രയോ നമ്മൾ കേൾക്കുന്നു, നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ശിക്ഷണ നടപടികളൊക്കെ അതിനൊക്കെ നിയന്ത്രണം ഉണ്ടാകണം. അതൊക്കെ വടിപ്രയോഗങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ അതൊക്കെ ഒരു പക്ഷേ ഈ ദീനീ മൂല്യങ്ങളുടെ അസ്തമയത്തിലേക്കുള്ള ഒരു മണിയാണോ എന്ന് പോലും നമ്മൾ ആലോചിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നമുക്കറിയാം, ഇപ്പോ മഴ പെയ്യുന്നു, കാലാവസ്ഥ പ്രതികൂലമായ ഉടൻ കളക്ടർ മദ്രസക്ക് അവധി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ മദ്രസയും ബ്ലോക്ക് ആകുകയാണ്. മുൻപ് മഴ പെയ്തു, സ്കൂള് അടച്ചിടുമ്പോഴാണ് നമ്മുടെ മദ്രസകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഉസ്താദുമാർ എഴുതിയില്ലെങ്കിലും മഴ പെയ്താൽ ഉടനെ അതാത് റേഞ്ച് സെക്രട്ടറിമാരെ വിളിക്കും, നാളെ അവധിയുണ്ടോ, മദ്രസയുടെ കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആവശ്യപ്പെടുകയാണ് എന്താണ് വിഷയം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരവധിയുമായിട്ട് ബന്ധപ്പെട്ട് 10-11 മണിക്കും, കാരണം അതിനൊരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി ഞാനും ഷിഹാബ് ഉസ്താദും വേണ്ടി അതിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിനിടയിൽ പല കോളുകൾ വരിക. മദ്രസയുടെ കാര്യം എന്താണ്? ഈ ചേർത്തല താലൂക്ക് അവധി കൊടുത്തപ്പോ നാളെ മദ്രസ അവധിയാണെന്ന് തീരുമാനിച്ച ആളുകളുമുണ്ട് നമുക്കിടയിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഒടുവിൽ അതിനെ ഫൈനലൈസ് ചെയ്തു. അവസാനം ഒരു 11 മണിയോടുകൂടി അതിന് തീർപ്പുണ്ടാക്കി. മദ്രസ അവധി ആയത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് ആ രൂപത്തിലേക്കൊക്കെ അതൊക്കെ ദീനി വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ദീനി മൂല്യങ്ങളുടെ ഒരു അസ്തമയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിനി കളക്ടർ അവധി പ്രഖ്യാപിച്ചു, ഞങ്ങൾ മദ്രസ എടുക്കും എന്ന് പറയണമെന്നല്ല. അത് അങ്ങനെ നിയമമില്ല, നമുക്ക് അങ്ങനെ നിർവഹിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതൊരു
നിയമലംഘനമായി തീരും, നമുക്കെതിരെ കേസെടുക്കാനും നടപടിയെടുക്കാനും ഒക്കെ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു കുട്ടിയെ ശിക്ഷിച്ചു, ആ ശിക്ഷിച്ചതിന്റെ പേരിൽ ഉസ്താദ് അകത്തു പോകുന്ന സാഹചര്യം പിടിച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെ എനിക്കറിയാവുന്ന ഒരു ഉസ്താദ് 60 വർഷക്കാലം ഒരു മദ്രസയിൽ സേവനമനുഷ്ഠിച്ച ഉസ്താദ് ഒരു കുട്ടിയെ ശിക്ഷിച്ചതിന്റെ പേരിൽ അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. ഒടുവിൽ ആ ഉസ്താദിനെ കൊണ്ടുപോവുകയാണ്. പിന്നെ അതിൽ പലരുടെയും ഇടപെടലിലൂടെ അത് ഒഴിവായി പോയി. പക്ഷെ ഇന്നാണെങ്കിൽ അത് പോക്സോ പ്രകാരം കേസായിട്ട് കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അന്ന് അത്തരം നിയമങ്ങൾ, കഠിനമായ നിയമങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് പിന്നെ സംസാരിച്ച് സോൾവ് ചെയ്തു, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഒരുപാട് മുൾമുനകളുടെ നടുവിലാണ് നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നമ്മൾ നിർവഹിക്കുന്നതായ ദൗത്യം വളരെ കൃത്യമായിട്ടും മാന്യമായിട്ടും മാതൃകാപരമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട സദർ ഉസ്താദുമാര് പ്രത്യേകം ശ്രദ്ധാലുക്കളാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു 5 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന മുഅല്ലിം എന്ന് പറയുന്ന ആ ഏറ്റവും മഹത്തായ ഒരു പദം സ്വദറാകുമ്പോ സ്വദറിലെ സ്വാദ് സ്വാഫി പരിശുദ്ധനാകണം, സ്വദർ പരിശുദ്ധനാകണം. അതുപോലെ ദാഇയാകണം, സ്വദർ ദാഇയാകണം, പ്രബോധകനാകണം. അതുപോലെ റാഇയാകണം, നമ്മൾ കൃത്യമായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന, നമ്മളുടെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്ന, മേയ്ക്കുന്ന ആള് കൃത്യമായ മേച്ചിലിനെ നിർവഹിച്ച് മുമ്പോട്ട് പോകാൻ ഒരു സദർ ഉസ്താദിന് കഴിയണം. ഇനി ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന മഹത്തായ പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ നിർവഹിക്കുന്ന ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ചും കൂടി ചെറിയൊരു സൂചന ഞാൻ നൽകുകയാണ്. അതായത് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ഓൺലൈനിലേക്ക് മാറിയ ഒരു സാഹചര്യമാണ്. കുട്ടിയെ ചേർക്കുന്നു, ഫോമും കാര്യങ്ങളും ഒക്കെ എഴുതി തയ്യാറാക്കി ഒരു കുട്ടിയെ അഡ്മിഷൻ ചെയ്താൽ ആ കുട്ടിയുടെ വിവരങ്ങൾ ഉടൻ തന്നെ വിദ്യാഭ്യാസ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതാണ് ഇവിടെ ശിഹാബ് ഉസ്താദ് പറഞ്ഞു, 1 മുതൽ 5 വരെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ അവരുടെ മുഴുവൻ വിവരങ്ങളും സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സൈറ്റിൽ നമുക്ക് ലഭ്യമാകും. ആ രൂപത്തിലേക്ക് സംവിധാനിച്ചിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്, 5ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ID നമ്പർ ഇല്ലെങ്കിൽ ഈ അധ്യയന വർഷത്തെ പൊതുപരീക്ഷ എഴുതാൻ കഴിയില്ല. ഇതൊക്കെ കൃത്യമായി റേഞ്ചുകളിലേക്ക് വിവരം നൽകും, റേഞ്ചുകൾ ഉസ്താദുമാരിലേക്ക് നൽകും. ഇപ്പൊ ഇന്നലെ ജൂൺ 30 വിദ്യാഭ്യാസ ബോർഡിന്റെ ആ സൈറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിപ്പോ ലോക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞങ്ങളുടെ റേഞ്ചിലൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ മദ്രസകളിലേക്കും ഇടപെട്ട് വിവരം നൽകി ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഔദ്യോഗികമായ വിവരങ്ങൾ നമ്മുടെ ജില്ലാ സദർ ഗ്രൂപ്പിലും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്, പൊതുവായ കാര്യങ്ങളൊക്കെ. അപ്പോ എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ ബോർഡിന്റെമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഭാവിയിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി അത് ഔദ്യോഗികമായി ഓൺലൈനായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പഠിക്കാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുമ്പോട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പൊക്കെ വളരെ പ്രയാസകരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരു മദ്രസയിൽ അതൊക്കെ അറിയാവുന്ന ഒരു ഉസ്താദ് ഉണ്ടാകൽ ഇക്കാലഘട്ടത്തിൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ജമിയത്തുൽ മുഅല്ലിമീനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 5, 7, 10, +2 ക്ലാസുകളിൽ നടത്തുന്ന പൊതുപരീക്ഷ ഒഴികെയുള്ള എല്ലാ പരീക്ഷകളും നടത്തുന്നത് ജമിയത്തുൽ മുഅല്ലിമീനാണ്. പാദവാർഷിക പരീക്ഷ നടത്തും, അർദ്ധവാർഷിക പരീക്ഷ നടത്തും, വാർഷിക പരീക്ഷ നടത്തും. ഇതൊക്കെ ജമിയത്തുൽ മുഅല്ലിമീനാണ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മദ്രസയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ റെക്കോർഡുകളുണ്ട്, ജമിയത്തുൽ മുഅല്ലിമീന്റെ റെക്കോർഡുകളുണ്ട്. മാർക്ക് പട്ടിക ജമിയത്തുൽ മുഅല്ലിമീൻ നമുക്ക് നൽകുന്നതാണ്. വിദ്യാഭ്യാസ ബോർഡ് ഹാദർ പട്ടികയും അഡ്മിഷൻ പട്ടികയും അഡ്മിഷൻ ഫോറവും അതുമായി ബന്ധപ്പെട്ടതൊക്കെ വിദ്യാഭ്യാസ ബോർഡാണ് നൽകുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും റെക്കോർഡുകളാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മദ്രസയിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഇന്നിപ്പോ അതുപോലെ തന്നെയാണ് റേഞ്ചു തലങ്ങൾ. റേഞ്ചുകളിൽ
കൃത്യമായി കാര്യങ്ങൾ നടത്തുന്നു. മാതൃകാ റേഞ്ചുകളും അതുപോലെ എ ഗ്രേഡ് നേടിയ റേഞ്ചുകളെയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു. റേഞ്ചുകളിൽ നിന്ന് ഒരു മദ്രസയിലേക്ക് ഒരു റേഞ്ച് യോഗത്തിനുള്ള കത്ത് കൊടുത്താൽ പോലും അത് റേഞ്ചിന്റെ രേഖയിൽ രേഖപ്പെടണം. അതിനാണിപ്പോ അതൊക്കെ ഇവിടെ മറ്റു ഓൺലൈൻ വിഷയത്തിൽ പ്രതിപാദിക്കും. മഹ്കമ എന്ന പേരിൽ ഒരു അദാലത്ത് സംവിധാനം ഈ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ നടപ്പിൽ വന്നിരിക്കുകയാണ്. റേഞ്ചിന്റെ ഉപയോഗിക്കുന്ന ഇപ്പൊ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ എഴുതാത്ത അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെടാത്ത കണക്കുകളോ റിപ്പോർട്ടുകളോ മിനിറ്റ്സുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം, വളരെ കൃത്യമായിട്ട്. കാരണം റേഞ്ച് സെക്രട്ടറിമാർ, റേഞ്ചുകൾ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടവർക്കൊക്കെ നല്ല ജോലിയുണ്ട്. അതോടൊപ്പം ഓൺലൈൻ സംവിധാനങ്ങളിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം. ഇത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. ജമിയത്തുൽ മുഅല്ലിമീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരീക്ഷകളൊക്കെ നടത്തുന്നത് ജമിയത്തുൽ മുഅല്ലിമീനാണ്. അതിന് ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരുന്നത് ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ കീഴിലാണ്. അത് റേഞ്ചുകളിൽ എത്തിച്ച് റേഞ്ചുകളിലൂടെയാണ് നേതൃത്വം നൽകി ആ പരീക്ഷാ സംവിധാനം നടത്തി വരുന്നത്. സാന്ദർഭികമായിട്ടൊരു കാര്യം ഞാൻ പറയുന്നു. മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ആ ഉസ്താദ് ആധികാരികമായിട്ട് വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച ഒരു അംഗീകൃത അധ്യാപകനായി മാറുന്നതിന്റെ അടിസ്ഥാനമാണ് മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ചുരുക്കി പറയുമ്പോൾ MSR എന്ന് പറയും. MSR മുഅല്ലിം സർവീസ് രജിസ്റ്റർ വിദ്യാഭ്യാസ ബോർഡ് നൽകുന്ന ആധികാരികമായ ഒരു രേഖയാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ജമിയത്തുൽ മുഅല്ലിമീനുമായിട്ട് ബന്ധപ്പെട്ട് മുഅല്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് കാര്യമുണ്ടോ അതിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം MSR ആകുന്നു. പല ഉസ്താദുമാരും MSR ഇല്ലാത്ത ധാരാളം ഉസ്താദുമാര് പല മദ്രസകളിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ നിങ്ങൾക്കറിയാം, റേഞ്ച് യോഗം കൂടുമ്പോൾ ഒപ്പുവെപ്പിക്കുന്ന C4M മുൻപ് റേഞ്ച് സെക്രട്ടറിമാർ എഴുതി തയ്യാറാക്കി വന്നതിൽ ഇപ്പോ അത് ഓൺലൈനിൽ പ്രിന്റ് എടുത്ത് ചെയ്യാം. അതിൽ തന്നെ ആ ഉസ്താദ് തന്റെ സ്വദേശത്തും ജോലി ചെയ്യുന്ന റേഞ്ചിലും കൃത്യമായി രേഖകൾ അപ്ലോഡ് ചെയ്ത ആളുടെ വിവരം മാത്രമേ ഈ ഫോമുകളിൽ വരികയുള്ളൂ. സന്ദർഭോചിത ഞാൻ പറയുന്നു, നമ്മളിപ്പോ ഈ അമ്പലപ്പുഴ റേഞ്ചിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് അമ്പലപ്പുഴ റേഞ്ചിലെ രേഖകളിലൊക്കെ ഉണ്ട്. ഇനി ആ ഉസ്താദിന്റെ വീട് കായംകുളത്തോ കരുനാഗപ്പള്ളിയിലോ ആണെങ്കിൽ ആ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം സ്വദേശി റേഞ്ച് എന്ന ഒരു സംവിധാനമുണ്ട്. ഇന്നിപ്പോ അതിന് ഒരു കമ്മിറ്റി രൂപവൽക്കരണവും റേഞ്ച് അടിസ്ഥാനത്തിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ജമിയത്തുൽ മുഅല്ലിമീന്റെ നിർദ്ദേശം അനുസരിച്ച് ഓരോ ഉസ്താദും താമസിക്കുന്നത് ഏത് റേഞ്ച് പരിധിയിലാണോ അവിടെ ഒരു സ്വദേശി മുഅല്ലിം സംഗമം വിളിച്ചുകൂട്ടി അവിടെ അതിനൊരു ഉപസമിതി എടുക്കും. ഒരു ചെയർമാനെയും കൺവീനറെയും 2 വൈസ് ചെയർമാൻമാരെയും 2 കൺവീനേഴ്സിനൊക്കെ അവിടെ എടുക്കും. ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കും റേഞ്ചിന്റെ ഒരു ഉപസമിതിയായിട്ട്. അവിടെ റേഞ്ചുണ്ട്. ഇപ്പൊ നമ്മുടെ ബഹുമാനായ സയ്യിദ് ത്വാഹ ജഫരി തങ്ങൾ മണ്ണഞ്ചേരി റേഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. മണ്ണഞ്ചേരി റേഞ്ചിന്റെ നിർവാഹക സമിതി അംഗമാണ് തങ്ങളുടെ നാട് കൊളത്തൂരാണ്. കൊളത്തൂർ റേഞ്ചിലെ സ്വദേശ റേഞ്ചിന്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ. നിലവിൽ അവിടെ നേരത്തെ സ്വദേശ റേഞ്ച് രൂപീകരിച്ചു. ഇപ്പൊ ജൂലൈ 15-നകം എല്ലാ റേഞ്ചുകളും സ്വദേശ റേഞ്ച് രൂപവൽക്കരണം നടക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെല്ലാം ഒരുപക്ഷെ ഈ ജില്ലക്കാരാകണമെന്നില്ല. വേറെ ജില്ലയിലും വേറെ റേഞ്ചുകളിലും ഒക്കെ ആയിരിക്കും അവരുടെ താമസം. അതുകൊണ്ട് അവിടുത്തെ റേഞ്ചുകൾ നിങ്ങളെ വിളിക്കുമ്പോൾ, നമ്മുടെ രേഖകൾ കൃത്യമായി പോകാനാണ് ഞാനിത് പറയുന്നത്, അവിടുത്തെ റേഞ്ചുകൾ നമ്മളെ വിളിക്കുമ്പോൾ അവിടെ നടക്കുന്ന യോഗത്തിൽ നമ്മൾ സംബന്ധിക്കണം. അതിൽ പങ്കെടുത്ത് അതിൽ നമ്മൾ ഒപ്പുവെക്കണം. അതിന്റെ വിവരങ്ങൾ റിപ്പോർട്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര സമിതിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അത് ആ വിഷയത്തിലൊരു ശ്രദ്ധയുണ്ടാകാൻ വേണ്ടി ഞാൻ ഇതിനിടയിൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നിർവഹിക്കുന്നത് ജമിയത്തുൽ മുഅല്ലിമീനാണ്. വർഷാവർഷം ഉസ്താദുമാർക്ക് കൊടുക്കുന്ന സർവീസ് അലവൻസുകൾ, അതായത് അവര് സർവീസിലുള്ള ഉസ്താദിന് ഒരു നിശ്ചിത സംഖ്യ അലവൻസ് ആയി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്ന് തിരിച്ചു പോകുന്നു. അതിന്റെ അടിസ്ഥാനം MSR ഉള്ള ഉസ്താദാകണം. MSR നിയമാനുസരണം കൈകാര്യം ചെയ്തു വരുന്ന ഉസ്താദാകണം. കൃത്യമായി റേഞ്ചിന്റെ രേഖകളിലൊക്കെ ഉൾപ്പെട്ടയാളായിരിക്കണം.
സ്വദേശി റേഞ്ചിലും നമ്മൾ ജോലി ചെയ്യുന്ന റേഞ്ചിലും ഒക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുന്ന ആളായിരിക്കണം. അവർക്കാണ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ലഭ്യമാകുന്നത്. അത് അതിന്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും MSR എടുക്കാത്ത ഉസ്താദുമാർ ഇന്നിപ്പോ അത് ഓൺലൈൻ സംവിധാനത്തിലാണ്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സൈറ്റിൽ MSR എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട പോർട്ടൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിലാവശ്യപ്പെടുന്ന രേഖകളും റെക്കോർഡ്സുകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് MSR നമുക്ക് എടുക്കാൻ കഴിയും. മാത്രമല്ല ആ MSR കൃത്യമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. 50 കൊല്ലം മുമ്പ് MSR എടുത്തതാണ്. അത് എടുത്ത മദ്രസയെ കിടക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. MSR നമ്പർ ഉണ്ടെന്നില്ലാതെ ആ MSR വാല്യൂ ഉള്ള MSR അല്ല. അത് വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിക്കുകയില്ല. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു പോക്കുവരവ് ചെയ്യണം. നമുക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോക്കുവരവ് ചെയ്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ജാഗ്രതയോടുകൂടി അതിന്റെ പുറകെ പോകും. എത്ര ദിവസം നമ്മുടെ ജോലി മുടക്കിയും നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ചും. നമ്മൾ പറഞ്ഞു വരുന്നത് വിവിധ ആനുകൂല്യങ്ങൾ. അതുപോലെ റിട്ടയർമെന്റ് ആകുന്ന ഉസ്താദുമാർ, ഞാൻ നേരത്തെ പറഞ്ഞു MSR അനുസരിച്ചാണ്, MSRന്റെ തുടക്കം മുതലാണ് സർവീസ് പരിഗണിക്കപ്പെടുന്നത്. ആ സർവീസ് അനുസരിച്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ കൃത്യമായ നിയമാവലിക്ക് അനുസൃതമായിട്ട് പ്രവർത്തിച്ച ഉസ്താദുമാര് അവര് സേവന രംഗത്തു നിന്ന് പിരിയുമ്പോൾ, സർക്കാർ സർവീസിലൊക്കെ സേവനം ചെയ്ത് പിരിയുന്നവർക്ക് അവർക്ക് ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഒക്കെ ഗവൺമെന്റ് തലത്തിൽ നൽകുമ്പോൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ സെൻട്രൽ കൗൺസിൽ അങ്ങനെ നിയമാനുസരണം പിരിയുന്ന ഒരു ഉസ്താദിന് ഗ്രാറ്റുവിറ്റി എന്ന പേരിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തി. അത് 60ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ കൊല്ലത്ത് നടന്ന 60ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ വർഷത്തിലൊരിക്കൽ, ഒരു കൊല്ലത്തിലൊരിക്കൽ ഒരു ഉസ്താദ് ഒരു ദിവസത്തെ അവരുടെ ശമ്പള വിഹിതം ജമിയത്തുൽ മുഅല്ലിമീന്റെ ക്ഷേമനിധിയിലേക്ക് കൊടുക്കാൻ. കുട്ടികൾക്ക് സ്റ്റാമ്പിന്റെ പൈസ പിരിക്കും. ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പള വിഹിതം നമ്മൾ പിരിച്ചു നമ്മൾ ഓഫീസിലേക്ക് കൊടുക്കാറുണ്ട്. റേഞ്ച് മുഖേന ജമിയത്തുൽ മുഅല്ലിമീനിലേക്ക് കൊടുക്കും. ഇന്നിപ്പോ അതൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ട് അത് ജമിയത്തുൽ മുഅല്ലിമീനിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഉസ്താദിന് തന്നെ മെസ്സേജ് വരും, ഇത്ര രൂപ നിങ്ങളുടേത് ജമിയത്തുൽ മുഅല്ലിമീനിൽ അടച്ചിരിക്കുന്നു. അത്രയും സുതാര്യമാണ്. അങ്ങനെ കൊടുക്കുന്ന പൈസ നമ്മൾ അവസാന വർഷം, നമ്മൾ പിരിയുന്ന വർഷം എത്ര രൂപയാണോ നമ്മൾ വിഹിതമായിട്ട് അടച്ചിട്ടുള്ളത് അതിന്റെ 35 വർഷം കണക്കാക്കി, 35 വർഷത്തെ സേവനം 35 വർഷം കണക്കാക്കി ഒരു വർഷത്തിന് 5 ദിവസം എന്ന കണക്കിൽ 175 ദിവസത്തെ വിഹിതം നമ്മൾ 500 അവസാനം അടച്ചെങ്കിൽ 500 × 175 കണക്കാക്കിയുള്ള സംഖ്യ ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കും. അത് കൃത്യമായിട്ട് MSR എടുത്ത് 35 വർഷം MSR തുടങ്ങിയത് മുതൽ അത് വ്യവസ്ഥാപിതമായിട്ട് കൈകാര്യം ചെയ്തു വന്ന 35 വർഷം സേവനം ചെയ്ത് പിരിഞ്ഞ ഒരു ഉസ്താദിനാണ് അത് ലഭിക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നു. നിലവിലിപ്പോ 1200 അല്ലേ, 1200 രൂപ. എത്രയോ 800 ഉസ്താദുമാർക്ക് ജമിയത്തുൽ മുഅല്ലിമീൻ കേന്ദ്ര കൗൺസിൽ, അതായത് SKJMCC പെൻഷൻ പ്രതിമാസം, അത് ഓരോ ഉസ്താദിനും അതത് മാസം 5-ാം തീയതിക്കകം അവരുടെ അക്കൗണ്ടിൽ വരുന്ന രൂപത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വിവിധ ആനുകൂല്യങ്ങൾ, അതുപോലെ ഗ്രാറ്റുവിറ്റി സംവിധാനം, മുഅല്ലിം പെൻഷൻ സംവിധാനം, വിവിധ അവാർഡുകൾ. ഇപ്പൊ കണ്ടില്ലേ, നമ്മള് നൂർ മുഹമ്മദ് ഉസ്താദിന് ഒരു അവാർഡ് ലഭിച്ചു 50 വർഷത്തെ സേവനത്തിനാണ്. അത് വ്യത്യസ്ത മദ്രസയായാലും കുഴപ്പമില്ല. MSR എടുത്തത് മുതൽ 50 കൊല്ലം സേവനം ചെയ്ത ഒരു ഉസ്താദിന് ജമിയത്തുൽ മുഅല്ലിമീൻ കൊടുക്കുന്ന ഒരു അവാർഡാണ് സുവർണ സേവന അവാർഡ്. അതിപ്പോ ഇവിടെ നൂർ മുഹമ്മദ് ഉസ്താദിന് 10,000 രൂപ അതിനോടൊപ്പം ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മൊമന്റോ. ഇതിപ്പോ നമ്മൾ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ ഒരു ആദരവാണ്. റേഞ്ചിന്റെ ഭാരവാഹികളായി 25 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചവർക്ക് രജത സേവന അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡ് കൊടുത്തു വരുന്നു. 7,500 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കും. ജമിയത്തുൽ മുഅല്ലിമീന്റെ ഒരു മൊമന്റോ കൊടുക്കും. അതിന്റെ ഒരു ആദരവാണ് നേരത്തെ ഇവിടെ കഴിഞ്ഞത്. പിന്നെ
കുട്ടികൾക്ക് അതുപോലെ പൊതുപരീക്ഷ നടത്തുന്ന മദ്രസകൾക്ക്, സെക്കൻഡറി മദ്രസ, ഹയർ സെക്കൻഡറി മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നു. ചെറിയ സംഖ്യയാണെങ്കിലുവേ ഈ 10,000-ന് മേലെ വരുന്ന 10,801 മദ്രസയിൽ 10ാം ക്ലാസ്സും +2 ഉള്ള മദ്രസകളുടെ കണക്കെടുത്ത് കൊടുക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് അതിനു വേണ്ടി ചെലവായി വരുന്നത്? പക്ഷെ ആ പുസ്തകം പറഞ്ഞല്ലേ, കഴിഞ്ഞ സാരഥി സംഗമത്തിന്റെ ചെലവ് 50 ലക്ഷം രൂപയാണ്. അതോടുകൂടിയാണ് ഇപ്പൊ സാരഥി സംഗമം അത് ജില്ലാതലത്തിലേക്ക് സദർ മുഅല്ലിം സംഘവുമായിട്ട് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, അതടക്കം 15 സാരഥി സംഗമങ്ങൾ ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തിയിട്ടുണ്ട്. ജമിയത്തുൽ മുഅല്ലിമീന്റെ സെൻട്രൽ കൗൺസിൽ 15 സാരഥി സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്ര കോടി രൂപ അതിന് ചെലവ് വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുന്ന വിവിധ അവാർഡുകൾ, കുട്ടികൾക്ക് അവാർഡുകൾ കൊടുക്കുന്നു, കലാമേള സംഘടിപ്പിക്കുന്നു. സർവീസിലിരിക്കെ ഒരു ഉസ്താദ് മരണപ്പെട്ടാൽ തൽക്ഷണം സ്വദേശി റേഞ്ച്, ഏത് റേഞ്ചിലാണോ അദ്ദേഹം താമസിക്കുന്നത് ആ റേഞ്ചിന്റെ ഭാരവാഹികൾ ആ ഉസ്താദിന് തൽക്ഷണം കൊടുക്കണം 10,000 രൂപ. അന്നേരം കൊടുക്കണം. അവിടുന്ന് പോയി പൈസ പോയി വന്ന് കൊടുക്കാന്നല്ല, അന്നേരം കൊടുക്കണം. ആ റേഞ്ചിന്റെ ഫണ്ടിൽ നിന്ന് അന്നേരം തന്നെ കൊടുക്കണം. പിന്നീട് റെസിപ്റ്റ് ഹാജരാക്കി ജമിയത്തുൽ മുഅല്ലിമീൻ എന്നത് റീഫണ്ട് ചെയ്യും. ഇനി ആ ഉസ്താദിന്റെ ഭാര്യക്ക് വിധവാ സഹായം 15,000 രൂപ കൊടുക്കാൻ, 15,000 രൂപ വിധവാ സഹായം കൊടുക്കാൻ. ഒരു ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, 5,000 രൂപ. അതൊക്കെ ലഭിച്ച ഉസ്താദുമാരൊക്കെ നമ്മുടെ വേദിയിലുണ്ടാകാം, സദസ്സിലുണ്ടാകാം. ഞാൻ പറഞ്ഞത്, അത് എത്ര പ്രസവിച്ചാലും ഒരു പ്രസവത്തിന് 5,000 കണക്കെ ജമിയത്തിനോട് കൊടുക്കാൻ. വിവാഹിതനാകുന്ന ഉസ്താദിനെ അവർക്ക് 5,000 രൂപ, അല്ലെ, വിവാഹിതന് 10,000 രൂപ മഹറിന്റെ വിഹിതമായിട്ട് ഒരു നിശ്ചിത വിഹിതം. വിവാഹിതനാകുന്ന ഉസ്താദ്, അതാ പറഞ്ഞ, വിവാഹിതനാകുന്ന മുഅല്ലിമിന്, മുഅല്ലിമിന്റെ സഹോദരി, മുഅല്ലിമിന്റെ മക്കളുടെ വിവാഹം തുടങ്ങിയവർക്കും ജമിയത്തുൽ മുഅല്ലിമീൻ കാര്യമായ സഹായം നൽകുന്നുണ്ട്. ഓരോ മാസത്തിലും, ഞാൻ പറഞ്ഞു വന്നത്, ഓരോ മാസത്തിലും ഇത്തരം അപേക്ഷകൾ, ഇപ്പൊ സെൻട്രൽ കൗൺസിൽ കൂടുമ്പോഴാണ് ചിലപ്പോ ഒരു കൗൺസിലിൽ 100 പ്രസവാപേക്ഷ ഉണ്ടാവും. ചിലപ്പോ എത്ര രൂപ, ഇത് എത്ര കല്യാണം കഴിച്ചാലും കല്യാണം, അതൊക്കെ നിയമാനുസരണമാകണം, കൊടുക്കുന്നു. പിന്നെ അതിനൊക്കെ ഒരു വ്യവസ്ഥാപിതമായ ഒരു കൃത്യമായ ഒരു നിയമാവലിക്ക് അനുസൃതമായിട്ട് അത് കൊടുക്കുകയാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ ചെയ്യുന്ന സേവനമാണ്. അത്യാഹിത സഹായം, ഒരു ഉസ്താദിന് പെട്ടെന്നൊരു അപകടമോ മറ്റോ സംഭവിച്ചു, ജമിയത്തുൽ മുഅല്ലിമീൻ അവിടെ ഇടപെടും. ജമിയത്തുൽ മുഅല്ലിമീൻ അത്യാഹിത സഹായം കൊടുക്കും. അതുപോലെ അവശതാ സഹായം നൽകുന്നു. ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഉസ്താദ് സർവീസിൽ നിന്ന് മാറി നിൽക്കാണ്, അവശതാ സഹായം എന്ന പേരിൽ സഹായം കൊടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹായങ്ങൾ ജമിയത്തുൽ മുഅല്ലിമീൻ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു വരുന്നു. മുഅല്ലിം മൻസിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ജമിയത്തുൽ മുഅല്ലിമീന്റെ ഏറ്റവും വലിയൊരു സേവനമാണ്, ഒരു സഹായമാണ് മുഅല്ലിം മൻസിൽ. വീടില്ലാത്ത, വാടകയ്ക്ക് കഴിയുന്ന, നിർവാഹമില്ലാത്ത ഒരു ഉസ്താദിന് ഇപ്പൊ നിലവിൽ 10 ലക്ഷം രൂപയാണ് മുഅല്ലിം മൻസിലിന് വേണ്ടി കൊടുക്കുന്നത്. ഇപ്പൊ നിലവിൽ 28 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജില്ലയിൽ തന്നെ 5 ഉസ്താദുമാർക്ക് ഇതിനകം അത് പാസ്സായി. അതിന്റെ കാര്യങ്ങളിലേക്ക് 3 വീടുകൾ സമ്പൂർണമായിട്ടും, ഒരു വീടിന്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു, മറ്റൊരു വീട് അനുവദിച്ചിട്ടുണ്ട്. 5 ഉസ്താദുമാർക്ക്. ആദ്യകാലത്ത് അതിന് ചെറിയ തുകയാണെങ്കിൽ പിന്നീട് അത് 3 ലക്ഷമായി, പിന്നെ അത് 7 ആയി, 8 ആയി, ഇപ്പൊ 10 ലക്ഷം രൂപ ഒരു ഉസ്താദിന് കൊടുക്കുന്ന. അതിപ്പോ ഒരു ജില്ലയിൽ ഒരാളെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ജില്ലയിൽ 139 മദ്രസയുണ്ട്, പിന്നെ 500ഓളം ഉസ്താദുമാരുണ്ട്. ഒരു ജില്ലയിൽ നിന്നും ഒരു പ്രാവശ്യം ഒരു ഉസ്താദിനെ മാത്രമേ നമുക്ക്, അത് ഏറ്റവും അർഹനായ ഒരു ഉസ്താദിനെ കണ്ടെത്തി അവർക്ക് അത് ലഭ്യമാകുന്നു. ജമിയത്തുൽ മുഅല്ലിമീൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണത്. കാരണം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഒരുപാട് ഇതടക്കം ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജമിയത്തുൽ മുഅല്ലിമീന്റെ സെൻട്രൽ കൗൺസിൽ SKJMCC, ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ശക്തി പകരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വർഷത്തിലൊരിക്കൽ മുഅല്ലിം ഡേ എന്ന പേരിൽ നമ്മുടെ ദിനം നമ്മൾ ആചരിക്കാൻ, അത് ജമിയത്തുൽ മുഅല്ലിമീൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് മുഅല്ലിം ഡേ ആചരിക്കാൻ, മുഹറമിലെ 1ാമത്തെ ഞായറാഴ്ചയായിട്ട് അത് തീരുമാനിച്ച് നടപ്പിലാക്കിയിരിക്കാൻ. അത് മുഅല്ലിം ദിനം അതങ്ങനെ നടക്കും, ആ മുഅല്ലിം ദിനം ഒരു വഴിക്ക് നടക്കും എന്നല്ല. ഞാൻ ഉൾക്കൊള്ളുന്ന, നിങ്ങൾ ഉൾക്കൊള്ളുന്ന
ഒരു മഹത്തായ സംഘശക്തിയുടെ ദിവസമാണത്. അത് നമുക്ക് അഭിമാനിക്കാനുള്ളതാണ്. നമ്മൾ അധ്യാപക ദിനം ആചരിക്കുന്നു, സ്കൂൾ തലത്തിൽ അധ്യാപക ദിനം ആചരിക്കുന്നുണ്ട്. പലപ്പോഴും മുഅല്ലിം ദിനം എന്നാണെന്ന് പോലും അറിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. എല്ലാ മദ്രസകളിലും പ്രിയപ്പെട്ടവർ, അതിന് വലിയ സംവിധാനമൊന്നുമില്ലെങ്കിലും ഇന്ന് മുഅല്ലിം ദിനമാണെന്ന് പറഞ്ഞ് 2 ദിവസത്തേക്ക് മുമ്പ് ഒരു ഉത്ബോധനം കൊടുത്ത് ഇന്ന് മുഅല്ലിം ദിനമാണ് എന്ന് നമ്മുടെ കുട്ടികളോട് പറയാനും അവർ തിരിച്ചറിയും. മുഅല്ലിം ദിനം, ഉസ്താദുമാരുടെ ദിനം. ഇപ്പൊ കണ്ടില്ലേ, പല മദ്രസകളിലും മുഅല്ലിം ദിനത്തിൽ ഉസ്താദുമാർക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നു, വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഗുരുക്കന്മാരെ ആദരിക്കുന്നു. ഇതൊക്കെ ഈ സന്ദേശത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മുഅല്ലിം ദിനം ആചരിക്കുന്നു. ഈ വർഷത്തെ മുഅല്ലിം ദിനം ഇൻഷാ അല്ലാഹ് ഇന്ന് ജൂലൈ 1 ജൂലൈ 7 ഈ വർഷത്തെ മുഅല്ലിം ദിനം നടക്കുന്നത്. ജൂലൈ 7 ഈ വർഷത്തെ മുഅല്ലിം ദിനം ഗ്രൂപ്പിലൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 7 ഈ വർഷത്തെ മുഅല്ലിം ദിനാചരണം നടക്കുന്നത്. ഈ ജൂലൈ 7 നടക്കുന്ന മുഅല്ലിം ദിനാചരണം നമ്മൾ അതിന് കൃത്യമായിട്ട് ഒരു സർക്കുലറും കാര്യങ്ങളും എന്തൊക്കെ നടക്കണം. ഇപ്പം വലിയ പള്ളികളാണെങ്കിൽ അവിടുത്തെ ഒരു ഖബർ സിയാറത്ത്, അവർക്കൊരു ഉത്ബോധനം, ആ നാട്ടിൽ രക്ഷകർത്താക്കളെയൊക്കെ അറിയിച്ച് കഴിയുന്നവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു അരമണിക്കൂർ സമയം അതിനുവേണ്ടി വിനിയോഗിച്ച് ഈ ദീനി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഈ പഠിപ്പിക്കുന്നതായ മുഅല്ലിമുകളുടെ സ്ഥാനവും മാനവും എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു വേദിയാണ്. ആ വേദിയാക്കി മാറ്റിയെടുക്കണം. മുഅല്ലിം ദിനാചരണം നടക്കണം എല്ലാ മദ്രസയിലും. ആ മുഅല്ലിം ദിനാചരണത്തോടനുബന്ധിച്ച് കഷ്ടത അനുഭവിക്കുന്ന ഉസ്താദുമാർക്ക് നേരത്തെ പറഞ്ഞില്ലേ, എത്രയെത്രയോ ലക്ഷങ്ങൾ, കോടികൾ ഇതിന്റെ സേവന മേഖലയിൽ വിനിയോഗിക്കുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക്, അതിന്റെ കേന്ദ്ര കൗൺസിലിൽ ഒരു കരുത്തായി തീരാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പള്ളികളിൽ, മദ്രസകളിൽ ഉത്ബോധനം നടത്തി അതിന്റെ ആവശ്യകത പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ചെറിയ ഒരു സംഖ്യ നമുക്കതിലേക്ക് സമാഹരിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ജില്ലാതലത്തിലും റേഞ്ച് തലത്തിലും ഒക്കെ ഉള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടത്തിയത്. ഇന്ന് ജില്ലാതല ഉദ്ഘാടന ദിവസം കൂടിയായിരുന്നു നമ്മുടെ പരിപാടി, അങ്ങനെ ചേർന്ന് വന്നതാണ്. അപ്പോ ആ രൂപത്തിൽ നമുക്കൊരു വിഭവ സമാഹരണം നടത്തിയിട്ട് അത് റേഞ്ചിൽ കൊടുത്ത്, റേഞ്ച് മുഖേന അത് ജമിയത്തുൽ മുഅല്ലിമീന്റെ ജില്ലയിൽ വന്നു, ജില്ലയിൽ നിന്ന് സെൻട്രൽ കൗൺസിലിലേക്ക് കൊടുത്ത് ഈ പറയപ്പെട്ട 600 പരം റേഞ്ചുകളിൽ നിന്നും ചെറിയ സംഖ്യകൾ വരുമ്പോ അത് വലിയ ലക്ഷങ്ങളായും കോടികളായിട്ട് മാറും. ഈ ലഭിക്കുന്ന, ഈ സമാഹരിക്കുന്ന ഈ സംഖ്യകളാണ് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഉസ്താദുമാർക്ക് പെൻഷൻ കൊടുക്കണം, നേരത്തെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ, ആ പദ്ധതികൾക്കൊക്കെ ഒരു കൈത്താങ്ങായി തീരാൻ ജമിയത്തുൽ മുഅല്ലിമീന്റെ ഈ വിഭവ സമാഹരണത്തിലൂടെയാണ് സാധ്യമാകുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്ഷേമനിധിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ വിഹിതം, അതുപോലെ നമ്മൾ കുട്ടികൾക്ക് സമാഹരിക്കുന്ന 15 രൂപ ബാഡ്ജ് സംഖ്യ, ഇതൊക്കെയാണ് ക്ഷേമനിധിയുടെ മൂലധനം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മൾ സർവീസിലിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് നമ്മുടെ ശമ്പളത്തിന്റെ ഒരു നേരിയ അംശം അത് ഒരു സമാഹരണമാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന, നമുക്ക് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മുഅല്ലിം നിക്ഷേപ പദ്ധതി എന്ന് പറയുന്നത്. ജമിയത്തുൽ മുഅല്ലിമീൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണത്. എത്രയോ ഉസ്താദുമാര് മുഅല്ലിം നിക്ഷേപ പദ്ധതിയിൽ കൃത്യമായി പ്രതിമാസം അവരുടെ ശമ്പളത്തിൽ അവർക്ക് കിട്ടുന്ന വിഹിതത്തിന്റെ 5% നിക്ഷേപിച്ച് അത് വലിയ സംഖ്യകളായി മാറിയ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ഉപയോഗിച്ച എത്രയോ ഉസ്താദുമാര് നമുക്കിടയിലുണ്ട്. ഒരു പക്ഷേ പറയുമ്പോൾ നമ്മൾ പറയും നമുക്കിതൊന്നും കിട്ടുകയില്ല, അല്ലെങ്കിൽ നമുക്കതിനൊന്നും സാധ്യമാകില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ കൃത്യമായിട്ട് നീങ്ങിയാൽ നമുക്കെല്ലാം സാധിക്കും, നമുക്കെല്ലാം ലഭിക്കും. ആ രൂപത്തിലേക്ക് നമ്മുടെ സംഘടനാ സംവിധാനം, സംഘടന ആ രൂപത്തിലേക്ക് ചിന്തിച്ചിട്ടുണ്ട്. നമ്മളാണ് അതിന്റെ ചാലക ശക്തികളായി മാറേണ്ടവർ. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും, അതിന്റെ വഴിയെന്താണ്, ലഭ്യമാകാനുള്ള മാർഗം എന്താണ്, അതാത് റേഞ്ച് സെക്രട്ടറിമാരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഇപ്പൊ നമുക്ക് സൈറ്റിലൂടെ നമുക്ക് ലഭിക്കാൻ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഭാഗമായി തീരാൻ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരായ ഉസ്താദുമാര് തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ജമിയത്തുൽ മുഅല്ലിമീന്റെ ഈ വർഷത്തെ മുഅല്ലിം ഡേ അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകണം. ജൂലൈ 7 എന്ന് പറയുന്നത്, അതിന് പോസ്റ്ററും അറിയിപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മദ്രസാ ഗ്രൂപ്പുകളിലേക്ക് അത് കൊടുക്കാം. അത് മൊത്തത്തിൽ അറിയാൻ, അതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി നമുക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോ അതിലേക്ക് ഉസ്താദുമാരുടെ ഈ ഫണ്ടിലേക്ക് ഒരു സഹായം ആവശ്യപ്പെട്ടാൽ
രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും അതിൽ സഹകരിക്കും. കാരണം ഞാൻ എൻ്റെ മദ്രസയിൽ ഇപ്പൊ ഞാൻ സാധാരണ ജുമാഅത്ത് പള്ളികളിലൊക്കെയാണ് കളക്ഷൻ നടക്കുന്നത്. എൻ്റെ മദ്രസയിൽ പിന്നെ മദ്രസ ഗ്രൂപ്പിലൂടെ ഈ വിവരം കൊടുത്ത് വലിയ സംഖ്യ അതിലേക്ക് കളക്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധ്യമാവും. നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും നമുക്കുണ്ടാവും. അപ്പൊ ആ നിലക്ക് നമ്മുടെ സംവിധാനങ്ങൾ ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജമിയത്തുൽ മുഅല്ലിമീൻ നിർവഹിക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. കോവിഡ് തരംഗം കൊണ്ട് വിഷമിച്ച ഒരു ഘട്ടത്തിലും ഒരു ഉസ്താദിന് 1000 രൂപ വീതം ഒരു സഹായം കൊടുക്കാൻ ജമിയത്തുൽ മുഅല്ലിമീന് കഴിഞ്ഞു, വിദ്യാഭ്യാസ ബോർഡിനും കഴിഞ്ഞു. നമ്മൾ പിന്നെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, കാരണം അപ്പൊ പലരും പറഞ്ഞില്ലേ നമ്മൾ തെരുവിലാണെന്ന് പറഞ്ഞപ്പോ, കാരണം എന്താണ്, പല ഉസ്താദുമാരും മേഖലകളൊക്കെ വേറെ തേടി പുറപ്പെടേണ്ട ഒരു സാഹചര്യം വന്നപ്പോ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുദ്രാവാക്യം പോലെ നമ്മുടെ മുമ്പിൽ നിഴലിച്ചു നിൽക്കേണ്ടത് നമ്മൾ തെരുവിലല്ല, നമ്മൾ ചേർത്ത് നിർത്തിയത് കൊണ്ട് ദീനീയ ഉലൂമുകൾ പഠിപ്പിച്ചത് കൊണ്ടാണ് പലരും തെരുവിലാകാതെ രക്ഷപ്പെട്ടത് എന്നൊരു സന്ദേശമാണ് അത്തരം ആളുകളിലേക്ക് നമുക്ക് കൈമാറാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉൾക്കൊള്ളുന്ന സംഘശക്തി എന്താണ്, നാം ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ആ രൂപത്തിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് സംഘടനാ സംവിധാനത്തിലൂടെ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കാരണം നമ്മളൊരു പക്ഷേ കൈപ്പറ്റുന്ന സംഖ്യ, ശമ്പളം വളരെ തുച്ഛമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സേവനം വളരെ മഹത്തരമാണ്. ആ സേവനം അത് ഇഖ്ലാസോടുകൂടിയുള്ള സേവനമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ അത് നിമിത്തമായി തീരും എന്നതിന് യാതൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ഉസ്താദുമാരെ, ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ സെൻട്രൽ കൗൺസിൽ നിർവഹിക്കുന്ന ചില ദൗത്യങ്ങൾ, ചില സേവന മേഖലകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നമ്മുടെ ഈ സദർ മുഅല്ലിം സംഗമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അത് തന്നെയാണ്. ഇനിയിപ്പോൾ IT സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ ജില്ലയുടെ IT കോർഡിനേറ്റർമാർ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കും. അവരുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ചോദിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതുപോലെ പല ഉസ്താദുമാരും ഇപ്പോൾ നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീനിൽ വന്ന ഒരു അഭിപ്രായം, വിദ്യാഭ്യാസ ബോർഡ് പാഠപുസ്തകമൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി വന്നു. ജമിയത്തുൽ മുഅല്ലിമീൻ അന്നേരം തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് നമ്മൾ വിവരം കൊടുത്തു. ഏത് ഉസ്താദുമാർക്ക് ഏത് വിഷയത്തിൽ പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണമോ ആവശ്യമുണ്ടെങ്കിൽ അതാത് റേഞ്ച് സെക്രട്ടറിമാർക്ക് എഴുതി കൊടുക്കുക. അവരത് ജില്ലയിലേക്ക് നൽകും. ജില്ലയിൽ നിന്ന് കേന്ദ്ര ജമിയത്തുൽ മുഅല്ലിമീനിലേക്കും വിദ്യാഭ്യാസ ബോർഡിലേക്കും പോകേണ്ടത് കൃത്യമായിട്ട് കൊടുത്ത് കൈകാര്യം ചെയ്യാനും അതിന് നമുക്ക് മറുപടി ആർജിക്കാനും ഒക്കെ കഴിയും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒരു പരസ്യ അഭിപ്രായം എന്നതിലുപരി നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, കാലാനുസൃതമായി ഉണ്ടാകേണ്ട മാറ്റങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം. ആ നിർദ്ദേശിക്കുന്നത് അതാതു തലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ ആ രൂപത്തിൽ നിങ്ങളുടെ സഹകരണം ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളിലും നിങ്ങളുടെയൊക്കെ നല്ല പിന്തുണയും സഹകരണവും ഉണ്ടാകണം. എല്ലാവരും ആദ്യന്തം ഈ പരിപാടിയിൽ ഉണ്ടാവുകയും നമുക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലും നമ്മുടെ തഖ്വിയ, ഇതൊരു ശാക്തീകരണ പരിപാടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ഊർജം അത് നമ്മുടെ മദ്രസയിൽ ഒരാർജവമാക്കി മാറ്റി നമ്മുടെ മദ്രസകളെ കൂടുതൽ കാര്യക്ഷമമാക്കി തീർക്കാൻ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ തഖ്വിയുമായി ബന്ധപ്പെട്ട ഈ വിഷയാവതരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പൂർത്തിയാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലും നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, കഷ്ടപ്പെടുന്ന ഉസ്താദുമാർ, നമ്മുടെ നേതാക്കന്മാർ, സാദാത്തുക്കൾ, അലിമിങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മൺമറഞ്ഞു പോയ മഹത്തുക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ ജില്ലയില് ഇപ്പൊ 25 വർഷത്തിലേറെ കഴിഞ്ഞ തഖ്വയിൽ 25 വർഷം ഒരു മദ്രസയിൽ സദറായി പൂർത്തിയാക്കിയവർക്കാണ് അവാർഡ് കൊടുത്തത്. ഇത്തവണ നമ്മൾ അതല്ലാതെ തന്നെ 25, 30, 35 ഒക്കെ ഇപ്പൊ നമ്മുടെ കലാം ഉസ്താദിന് ഇപ്പൊ ഇവിടെ അവാർഡ്, ലാസ്റ്റ് അവാർഡ് കൊടുത്തു. ഹാഫിൽ സലീം ഫൈസ് നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്, ജില്ലാ അധ്യക്ഷനാണ്, ഇപ്പോ തൃക്കുന്നപ്പുഴ റേഞ്ചിന്റെ പ്രസിഡന്റാണ്. ഈ സലീം ഫൈസി ഉസ്താദിനോടൊപ്പം ജോലി ചെയ്ത ആളാണ്. വർഷങ്ങൾക്ക് മുമ്പേ 30 വർഷങ്ങൾക്ക് മുമ്പേ ജോലി ചെയ്ത ഉസ്താദാണ്. 33 വർഷമായി സർവീസ് ഒരേ മദ്രസയിൽ.
നമ്മുടെ കലാം ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഓരോ ഉസ്താദുമാർ, ഇവിടെ പറഞ്ഞ ഓരോ ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലും, കഴിഞ്ഞ വർഷം അവാർഡ് കൊടുത്തവർക്ക് ഈ വർഷം കൊടുത്തില്ല. അപ്പൊ ഇനി ഓരോ വർഷവും അങ്ങനെ വരുമ്പോൾ അതിന് കൂടുതൽ കാര്യക്ഷമത, ഇപ്പൊ നമ്മൾ കുട്ടികൾക്കാണ് ഇപ്പൊ അവാർഡ് കൊടുത്തതെങ്കിൽ അതിൽ കൂടുതൽ ഈ സംഗമത്തിലാകുമ്പോൾ ഉസ്താദുമാർക്കായിരിക്കും കൂടുതൽ അത് അനുയോജ്യമാകുന്നത്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചും ആലോചിക്കാം. ആ രൂപത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ, ഈ ജില്ലയുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ നിങ്ങളുടെ നല്ല കൃത്യമായ ഇടപെടലും സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങളോട് സംസാരിക്കാനും വിഷയാവതരണത്തിനും പറ്റിയ ഒരാളല്ല ഞാൻ, എങ്കിൽ കൂടി ജമിയത്തുൽ മുഅല്ലിമിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ദൗത്യം ഞാനിവിടെ പൂർത്തിയാക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾക്ക് പറയാം, അത് തിരുത്തി മുമ്പോട്ട് പോകാൻ കഴിയും. എല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വാഹു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.